ഇന്ന് നമ്മൾ കാണാനായി പോകുന്നത് കോൺജറിംഗ് സീരീസിലെ ഏറ്റവും അവസാനത്തെ ഭാഗമായി പുറത്തിറങ്ങിയ കോൺജറിംഗ് ലാസ്റ്റ് റൈറ്റ്സ് എന്ന കഥയാണ്. നമുക്കപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. 50K സബ്സ്ക്രൈബേഴ്സിനോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോയ്ക്ക് ഒരു ഹൈപ്പ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു കൂട്ടുകാരെ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കഥ തുടങ്ങുന്നത് 1960 കാലഘട്ടം കാണിച്ചുകൊണ്ടാണ്. ആ സമയം വിക്ടോറിയ എന്നൊരു പെൺകുട്ടി അവളുടെ വീട്ടിൽ ഭയങ്കരമായി അവൾക്ക് എന്തൊക്കെയോ അമാനുഷികമായി നടക്കുന്ന കണക്ക് ഫീൽ ആവുന്നു. അത് അവളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന ഒരു സാഹചര്യം എത്തുമ്പോൾ സഹായത്തിനായി അന്നേ ഇതുപോലെ സ്പിരിറ്റ്സിനെ ഹണ്ട് ചെയ്യുന്ന ദമ്പതികളായ എഡിനെയും ലോറൈനെയും വിളിക്കുന്നു. അന്ന് എഡും ലോറൈനും അവരുടെ 20കളുടെ തുടക്കത്തിലാണ്. അതായത് അത്ര പ്രായമൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ കോൺജറിംഗ് പാർട്സിലൊക്കെ കണ്ട ആ ഒരു പ്രായം പോലും അവർക്കില്ല. അവരൊക്കെ അതിനേക്കാൾ വളരെ ചെറുപ്പമുള്ള സമയത്ത് നടന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ കാണുന്നത്. അങ്ങനെ വിക്ടോറിയയുടെ വീട്ടിലേക്ക് എത്തുന്ന ടൈം വിക്ടോറിയ ഭയങ്കര പേടിപ്പെടുത്തുന്ന രീതിയിൽ ഒരു കണ്ണാടിയെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതിവിടെ വന്ന ശേഷമാണ് എല്ലാം ഇങ്ങനെ ആയത്, അത് ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി പേടിച്ച് സംസാരിക്കുമ്പോൾ ആ കണ്ണാടി ചെന്ന് പരിശോധിക്കാനായി ലോറൈൻ പോകുന്നു. അതൊരു പഴയ മോഡൽ ഒരു കണ്ണാടിയാണ്. കുറച്ച് വുഡൻ വർക്കൊക്കെ ഉള്ള ഒരു കണ്ണാടി. ആ വുഡൻ വർക്കില് ചില മുഖങ്ങളുടെ രൂപങ്ങൾ നമുക്ക് കാണാം. ഇതിൽ എനിക്ക് പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആരാ നീ, എന്തിനാ ഈ ഫാമിലിയെ ബുദ്ധിമുട്ടിക്കുന്നൊക്കെ പറഞ്ഞ് മര്യാദയ്ക്ക് മിറർ വിട്ടു പോകാനും ഈ ഫാമിലിയെ വിട്ടുപോകാനും ഒക്കെയായി ലോറൈൻ ആ ഒരു ഫീൽ ചെയ്ത സ്പിരിറ്റിന്റെ പ്രസൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീം ആ മിററിൽ അവർ തൊടുന്നുണ്ട്. ഇതേ ടൈം ലോറൈൻ പ്രഗ്നന്റ് ആയിരുന്നു. ആ മിററിൽ തൊട്ട് അതേ ടൈം തന്നെ ലോറൈന് ഭയങ്കരമായി തന്നെ പ്രസവ വേദന ആരംഭിക്കുന്നു. ലോറൈൻ ഭയങ്കരമായി തന്നെ അലമുറയിടുന്ന ശബ്ദം കേട്ട് ഓടിയെത്തുന്ന എഡ് ആകട്ടെ ലോറൈനെ വേഗം തന്നെ കാറിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഡോക്ടേഴ്സ് ഡെലിവറി നോക്കുന്നുണ്ടെങ്കിലും ജീവനറ്റ ഒരു കുഞ്ഞിനെയാണ് ലോറൈൻ അവിടെ പ്രസവിക്കുന്നത്. ഒരു ഹോപ്പും ഇല്ല, കുഞ്ഞ് മരിച്ചു എന്ന് ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നുണ്ടെങ്കിലും കുഞ്ഞ് മരിച്ചു എന്നത് ലോറൈൻ വിശ്വസിക്കുന്നില്ല. ഇല്ല, എന്റെ കുഞ്ഞിന്റെ ജീവനുണ്ട്, എന്റെ കുഞ്ഞിപ്പോ കരയുന്നെല്ലാം അനക്കമില്ലാതെ കിടക്കുന്ന ആ ഒരു കുഞ്ഞിനെ നോക്കി ലോറൈൻ വളരെ പ്രതീക്ഷയോടുകൂടി പറയുന്ന ആ ഒരു സമയം കയ്യിൽ അനക്കില്ലാതെ കിടക്കുന്ന ആ ഒരു കുഞ്ഞിനെ എടുത്തു വെച്ച് കരയുന്ന പ്രാർത്ഥിക്കുന്ന ലോറൈന്റെ പ്രാർത്ഥന ദൈവം കേട്ട കണക്ക് ആ കുഞ്ഞ് പെട്ടെന്ന് കരയാനായി തുടങ്ങുന്നു. അതെ, ഡോക്ടർമാർ ഒന്നടങ്കം മരിച്ചു എന്ന് പറഞ്ഞ ആ ഒരു കുഞ്ഞ് ഇപ്പോ ജീവനോടെ ഇരിക്കുന്നു. ഡോക്ടേഴ്സ് ഒക്കെ ഭയങ്കര ആശ്ചര്യത്തിലുമാണ്. ഇതൊരു വലിയ മെഡിക്കൽ മിറാക്കിൾ ആണെന്നെല്ലാം അവർ അഭിപ്രായപ്പെടുമ്പോ ഇത് ദൈവത്തിന്റെ ഒരു അത്ഭുതമാണെന്ന് ലോറൈൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ ആ ഒരു പെൺകുട്ടിക്ക് ജൂഡി എന്നവർ പേര് വെക്കുന്നു. ജൂഡി ലോറൈന്റെയും എഡിന്റെയും സ്നേഹവാത്സല്യങ്ങൾ ഏറ്റ് അവരുടെ മകളായി അങ്ങനെ വളരുകയാണ്. അങ്ങനെ ജൂഡി വളരുന്നതിനനുസരിച്ച് അവൾക്ക് അവളുടെ ചുറ്റിന് ഒരു ഈവിൾ പ്രസൻസ് ഫീൽ ആവുന്നുണ്ട്. ഒരു ദിവസം പേടിച്ച് ജൂഡി അമ്മ എന്റെ കൂടെ എന്തോ ഉണ്ട്, എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞ് ലോറൈന്റെ അടുത്ത് സംസാരിക്കുമ്പോഴേക്കും നീ പേടിക്കേണ്ട, അമ്മ നിനക്കൊരു കാര്യം പറഞ്ഞുതരാം, അത് പറഞ്ഞാല് അത് നിന്നെ ഒന്നും ചെയ്യില്ല, നിന്റെ അടുത്തൊന്നും പോകുന്നൊക്കെ പറഞ്ഞ ലോറൈൻ എന്തോ ഒന്ന് ജൂഡിക്ക് ഒരു മന്ത്രം കണക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ജൂഡിയെ പേടിപ്പെടുത്തുന്ന ആ ഒരു സ്പിരിറ്റ് ജൂഡിക്ക് ഫീൽ ആവുന്ന ടൈം അവൾ അത് പറയുകയും ആ പേടിയിൽ നിന്ന് അവൾക്ക് ഒരു മോചനം ലഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് 22 വർഷങ്ങൾക്ക് ശേഷം 1986 കാലഘട്ടത്തിലേക്കാണ്. അവിടെ വളരെ സന്തോഷകരമായി കഴിയുന്ന ഒരു ഫാമിലി ഉണ്ട്. ആ ഫാമിലിയിലെ 4 പെൺമക്കളിൽ ഒരാളായ ഹീതറിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അത് വലിയൊരു ഫംഗ്ഷൻ ആയിട്ടാണ് നടക്കുന്നത്. കാരണം വലിയൊരു മെമ്പേഴ്സ് ഒക്കെ ഉള്ള ഫാമിലിയാണത്. അങ്ങനെ ഹീതറിന്റെ ബർത്ത്ഡേക്ക് അവൾക്ക് മുത്തശ്ശൻ ഒരു കണ്ണാടിയാണ് സമ്മാനമായി നൽകുന്നത്. ഈ കണ്ണാടി നിങ്ങൾക്ക് ഏതാണെന്ന് മനസ്സിലായോ? കഥയുടെ തുടക്കത്തില് ലോറൈൻ ഒരു വീട്ടിൽ പോയപ്പോ ഒരു പ്രേത കണ്ണാടി കണ്ടിരുന്നില്ലേ? ആ കണ്ണാടി തന്നെ വർഷങ്ങൾക്ക് ശേഷം 22 വർഷങ്ങൾക്ക് ശേഷം ഈ ഫാമിലിയിലേക്ക് ഇപ്പൊ എത്തിയിരിക്കുകയാണ്. ഈ കുട്ടിയുടെ ബർത്ത്ഡേക്ക് സമ്മാനമായി കൊടുക്കാനായി അവൾക്ക് ഈ ഒരു ആന്റിക് മിറർ ഇഷ്ടപ്പെടുമെന്ന ധാരണയിൽ ഇത് ലേലത്തിന് കണ്ടപ്പോ ഈ കണ്ണാടിയുടെ കൊനിഷ്ടൊന്നും അറിയാതെ അവളുടെ മുത്തശ്ശൻ അത് വാങ്ങി ഹീതറിന് നൽകിയിരിക്കുന്നു. ഈ ഒരു ഫാമിലിയെ പറ്റി പറഞ്ഞില്ലല്ലേ. പെൻസിൽവാനിയയിലെ ഒരു ഇരുനില വീട്ടിലേക്ക് പുതുതായി താമസത്തിനെത്തിയതാണ് സ്മോൾ ഫാമിലി. ആ കുടുംബത്തിന്റെ പേരതാണ്. അച്ഛന്റെ പേര് ജാക്ക്, അമ്മയുടെ പേര് ജയനറ്റ്. ജാക്കിന്റെ പേരൻസ് ആയ മേരിയും ജോണും ഇവരുടെ കൂടെ ഇവിടെ താമസിക്കുന്നുണ്ട്. ഒപ്പം ജാക്കിന്റെയും ജയനറ്റിന്റെയും മക്കളായ 4 പെൺകുട്ടികളും. മൂത്ത മകൾ ഡ്വാൻ, രണ്ടാമത്തെ മകൾ ഹീതർ, പിന്നെയുള്ള 2 പേര് ഇരട്ടകളാണ്, കാരനും ഷാനോണും. അങ്ങനെ എന്തായാലും ഹീതറിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് അവൾക്ക് കിട്ടിയ ആ ഒരു പിറന്നാൾ സമ്മാനമായ കണ്ണാടിയൊക്കെ അൺബോക്സ് ചെയ്ത ശേഷം ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാനായി നിൽക്കുന്ന ടൈം അവൾ കേക്കിലെ മെഴുകുതിരി ഊതി അണയ്ക്കും മുന്നേ അത് തന്നെ അണയുകയും അവൾ ആകെ പേടിക്കുകയും ചെയ്യുന്നു. ഈ സമയം ഫാമിലി മെമ്പേഴ്സ് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വീണ്ടും കേക്ക് കട്ട് ചെയ്യിക്കാനായി നിർത്തുന്ന ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വലിയൊരു സീലിംഗ് ലൈറ്റ് ബർത്ത്ഡേ ഗേളായിരുന്ന ഹീതറിനെ തൊട്ടില്ല എന്നുള്ള രീതിക്കാണ് താഴേക്ക് വന്ന് പതിക്കുന്നത്. അതോടുകൂടി എല്ലാവരും വളരെയേറെ ഭയപ്പെട്ടു. അതിനുശേഷം ആ ഒരു കുടുംബത്തില് അപശകുനങ്ങൾ തുടങ്ങുകയാണ്. കണ്ണാടിയുടെ അൺബോക്സിംഗ് കഴിഞ്ഞപ്പോഴേ പ്രശ്നങ്ങൾ തുടങ്ങിയല്ലോ. അത്
ഭയങ്കരമായി പിന്നീട് കൂടി വരുന്നു. ആദ്യമൊന്നും കാര്യം അവർക്ക് മനസ്സിലായില്ലെങ്കിലും പിന്നീട് ആ ഒരു കണ്ണാടിയെ ചുറ്റിപ്പറ്റിയാണ് വശപശകുള്ളതെന്ന് മനസ്സിലാക്കുന്ന ഹീദറും ചേച്ചിയും കൂടി ആ ഒരു കണ്ണാടി എടുത്തെറിയാനായി അവർ തീരുമാനിക്കുന്നു. പക്ഷെ അവർക്കത് ചെയ്യാൻ സാധിക്കും മുന്നേ അവരെ ആ ഒരു തീരുമാനത്തിൽ നിന്ന് മാറ്റുന്ന രീതിയിൽ വീണ്ടും ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. മൂത്തമകളായ ഡോൺ ശരീരത്ത് കണ്ണാടി കുത്തിയിറങ്ങുന്ന കണക്ക് ഭയങ്കരമായി വെപ്രാളപ്പെടുകയും വല്ലാതെ ചോര ഛർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഒപ്പം തന്നെ ഗൃഹനാഥനായ ജാക്കിനും ഭയങ്കരമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു. എന്തായാലും ഈ ഒരു കണ്ണാടി മൂലം കുടുംബത്തിലെ ഓരോ അംഗങ്ങളും മാറി മാറി ഭയങ്കരമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ലോറേനെയും എഡിനെയും നമ്മൾ കാണുമ്പോൾ അവർ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് പാരാനോർമൽ ആക്ടിവിറ്റീസിനെ പറ്റി. പക്ഷെ ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്ന പല കുട്ടികളും ഇവർ ചുമ്മാ ഉടായിപ്പാണെന്ന രീതിക്ക് കമന്റ് അടിച്ചു പോകുമ്പോൾ അതേ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായി അവരുടെ മകളായ ജൂഡിയും ഉണ്ടായിരുന്നു. ജൂഡി തന്റെ മാതാപിതാക്കളെ ഇങ്ങനെ കമന്റ് അടിക്കുന്നത് കേട്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ജൂഡിക്ക് എന്തോ അവളുടെ പേരൻസ് ഈ ഒരു ജോലി ചെയ്യുന്നത്, അതായത് ഈ പ്രേതങ്ങളെ ഓടിക്കുന്ന എക്സോർസിസം ചെയ്യുന്നത് അത്ര ഇഷ്ടമില്ലാത്ത രീതിയിലാണ് അവളുടെ സംസാരം. എന്തായാലും കുറച്ചു നാളത്തേക്ക് ഈ ഒരു ജോലിയിൽ നിന്ന് ബ്രേക്ക് എടുക്കാമെന്ന് തന്നെ ആ ഒരു ടീം ലോറേനും എഡും തീരുമാനിക്കുന്നുണ്ട്. ജൂഡിക്ക് പണ്ട് മുതലേ അവൾക്കൊരു സ്പിരിറ്റിന്റെ പ്രസൻസ് ഫീൽ ആവാറുണ്ടായിരുന്നല്ലോ. ആ ഒരു ടൈം അമ്മ പറഞ്ഞു കൊടുത്ത ആ ഒരു വേർഡ്സ് ചൊല്ലുമ്പോൾ അവൾക്ക് അതിൽ നിന്നൊരു ആശ്വാസം ലഭിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഈ അടുത്തായി അന്നബെല്ല ഡോളിന്റെയും വൃദ്ധയായ ഒരു സ്ത്രീയുടെയും വിഷൻസ് അവൾക്ക് വളരെയധികം ഹോണ്ട് ചെയ്യുന്നുണ്ട്. ജോഡിക്ക് വരുന്ന ഈ ബുദ്ധിമുട്ടുകൾ ലോറേനും നോട്ടീസ് ചെയ്യുന്നുണ്ട്. എന്തായാലും അന്ന് ഈവനിങ് ഇവരുടെ വീട്ടിലൊരു പാർട്ടി നടക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, എഡിന്റെ ബർത്ത്ഡേ പാർട്ടിയാണ്. ആ പാർട്ടിയിൽ പങ്കെടുക്കാനായി ജൂഡിയുടെ ബോയ് ഫ്രണ്ട് ആയ ടോണിയും എത്തുന്നുണ്ട്. ഓൾറെഡി ഇതുപോലെ ഒരാളെ ഞാൻ ഡേറ്റ് ചെയ്യുന്നുണ്ട്, ആളെ ഇന്ന് ഫാമിലിയിൽ പരിചയപ്പെടുത്താൻ കൊണ്ടുവരാന്നൊക്കെ പാർട്ടിയുടെ ആ ഒരു ടൈമിൽ ജൂഡി പറഞ്ഞാണ് ടോണി അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ഇവരും ജൂഡിയുടെ ബോയ് ഫ്രണ്ടിനെ കാണാനായി എക്സൈറ്റഡ് ആയി വെയിറ്റിംഗ് ആണ്. അങ്ങനെ ടോണി അവിടെ വെച്ച് ജൂഡിയെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ടൈം ഒക്കെ തന്നെ ജൂഡിക്കുള്ള ആ ഒരു സൈക്കിക് എബിലിറ്റിയെ പറ്റി ഓർത്ത് അത് ഭയങ്കരമായി സ്ട്രോങ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അവൾ വളരുന്നതിനനുസരിച്ച് മനസ്സിലാക്കുന്ന അവളുടെ പേരൻസ് ആയ എഡും ലോറേനും അല്പം ടെൻഷനിലുമാണ്. ഇതേ ടീം തന്നെ നമ്മുടെ സ്മോൾ ഫാമിലിയിൽ ഭയങ്കരമായി പ്രശ്നങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അവിടെ വലിയവര് മുതൽ കൊച്ചു കുട്ടികൾ വരെ ആ ഒരു പ്രേതത്തിന്റെ ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വല്ലാതെ അവരൊക്കെ പേടിച്ച് വിറച്ചാണ് അവിടെ ജീവിക്കുന്നത്. അവർക്ക് അവിടെ നിന്ന് പോകാനും വയ്യ, അവിടെ ജീവിക്കാനും വയ്യാത്ത വല്ലാത്തൊരവസ്ഥ. ഇവരുടെ ഈ സാഹചര്യം മനസ്സിലാക്കുന്ന ഫാദർ ഗോർഡൻ നമ്മുടെ എഡിനെയും ലോറേനെയും പറ്റി അറിയാവുന്നത് കൊണ്ട് തന്നെ അവരെ സമീപിച്ച് ഈ ഒരു സ്മോൾ ഫാമിലിയെ ഹെൽപ്പ് ചെയ്യണം, അവർക്ക് ഒരു രീതിയിൽ അവിടെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞങ്ങളിപ്പോ ഈ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തിരിക്കുകയാണ്, ഞങ്ങളിപ്പോ വീണ്ടും അതിലേക്ക് തിരിച്ചില്ല എന്നായിരുന്നു എഡിന്റെയും ലോറേന്റെയും സംസാരം. അപ്പോൾ ഇതിനൊരു പരിഹാരം കണ്ടെത്താനായി ഇവർക്കായിട്ട് ഇത് എടുത്തു കളയാൻ സാധിക്കില്ല, അങ്ങനെ എടുത്തു കളഞ്ഞാലും പോവില്ല ഇവരുടെ കുടുംബത്തെ വിട്ടെന്ന് മനസ്സിലാക്കി തന്നെ അവർ പബ്ലിക്കിലേക്ക് ഈ ഒരു കാര്യം അറിയിച്ച് എങ്ങനെങ്കിലും ആരെങ്കിലും വന്ന് തങ്ങളെ സഹായിക്കണം എന്ന രീതിക്ക് ഒരു തീരുമാനം എടുക്കുന്നു. വീട്ടിലെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ പല രൂപത്തിലുള്ള പ്രേതങ്ങൾ മൂലം പേടാപ്പാട് പെടുമ്പോൾ ഇതിനൊരു അവസാനം കണ്ടെത്തണം എന്ന് തന്നെ തീരുമാനിച്ചുറപ്പിച്ചവർ, പക്ഷെ അവർക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് ഒടുക്കം ആ ഒരു കാര്യം തീരുമാനിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം തന്നെ ന്യൂസുകാര് സ്മോൾ ഫാമിലിയിലേക്ക് എത്തി ആ ഫാമിലിക്ക് എന്താണ് സംഭവിച്ചത്, ആ ഫാമിലി നേരിടുന്ന ഈ പ്രേതത്തെ കൊണ്ടുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ അവിടെ കവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ നാട് മുഴുവൻ ഈ കുടുംബത്തിന്റെ കഷ്ടപ്പാടുകൾ അറിയുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. ഈ കുടുംബത്തെ രക്ഷിക്കാൻ ആര് വരും? ആ നാട്ടില് വളരെ ഫേമസ് ആയി ഈ ഒരു മേഖലയിൽ ഉണ്ടായിരുന്നത് എഡും ലോറേനും ആണ്. പക്ഷെ അവർ റിട്ടയർ ചെയ്തിരിക്കുകയല്ലേ. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും നമ്മൾ ടോണിയുടെയും ജൂഡിയുടെയും കല്യാണം എഡും ലോറേനും ഉറപ്പിച്ചത് കൊണ്ട് തന്നെ അതിന് വേണ്ട പർച്ചേസിംഗിനും കാര്യങ്ങൾക്കും പുറത്തു പോയിരിക്കുന്നവരെയാണ് കാണുന്നത്. ജൂഡി അവളുടെ വെഡിങ് ഡ്രസ്സ് ട്രയൽ ചെയ്യാനായി നിൽക്കുന്ന ടീം അവിടെ ഉണ്ടായിരുന്ന മിററിൽ പേടിപ്പെടുത്തുന്ന രൂപത്തെ അവൾ കാണുന്നു. അത് അവളെ അറ്റാക്ക് ചെയ്യുന്ന ടീം ജൂഡി അലമുറയിടുന്ന ശബ്ദം കേട്ട് ലോറേൻ ഓടി എത്തുമ്പോഴേക്കും അത് അവിടെ നിന്ന് പോയിരുന്നു. എന്ത് പറ്റിയെന്ന ലോറേന്റെ ചോദ്യത്തിന് സംഭവിച്ച കാര്യങ്ങൾ ജൂഡി പറയുമ്പോഴേക്കും ലോറേൻ സമാധാനിപ്പിച്ച് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഫാദർ നേരിട്ട് ആ വീട്ടിലേക്ക് ചെന്ന് അവരെ ഹെൽപ്പ് ചെയ്യാനായി ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അത് വിജയിച്ചില്ല. ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഫാദറിനെ ഫോളോ ചെയ്യുന്ന ആ ഒരു ഈവിൾ സ്പിരിറ്റ് ഫാദറിനെ വേട്ടയാടുന്നുണ്ട്. ഫാദർ വചനങ്ങളൊക്കെ ചൊല്ലി അതിനെ അകറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും സാധിച്ചില്ല. ഫാദർ ഫോൺ വിളിക്കാനായി ഉപയോഗിച്ചിരുന്ന ആ ഒരു ടെലിഫോണിന്റെ വയർ കൊണ്ട് തന്നെ ഫാദർ ആത്മഹത്യ ചെയ്ത കണക്ക് ഫാദറിനെ അത് കൊലപ്പെടുത്തുന്നുണ്ട്. ഫാദർ ഗോർഡൻ എഡിന്റെയും ലോറേന്റെയും പരിചയക്കാരനായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഫ്യൂണറൽ അറ്റൻഡ് ചെയ്യാനായി അവർ എത്തുന്നുണ്ട്. കൂടെ ജൂഡിയും ഉണ്ടായിരുന്നു. ജൂഡിക്ക് ഈ ഫാദറിന്റെ ഫ്യൂണറൽ ഇരിക്കുന്ന ടൈം അദ്ദേഹത്തിന്റേത് മറ്റുള്ളവർ കരുതുന്ന കണക്ക് ഒരു ആത്മഹത്യയല്ല, അതൊരു ഈവിൾ സ്പിരിറ്റിന്റെ പ്രസൻസിൽ നടന്ന കാര്യമാണ് എന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജൂഡി ഫാദറിനെ പറ്റി അന്വേഷിക്കുന്നു. ഫാദർ മരിക്കുന്നതിന് മുന്നേ ലാസ്റ്റായി എവിടെ പോയിരുന്നു എന്ന കാര്യങ്ങളൊക്കെയാണ് അന്വേഷിക്കുന്നത്. പെൻസിൽവാനിയയിലുള്ള സ്മോൾ ഫാമിലിയെ കാണാനായിട്ടാണ് ആ ഫാദർ പോയിരുന്നത് എന്ന് മനസ്സിലാക്കുന്ന ജൂഡി അതിന്റെ പിന്നിലെ കാര്യങ്ങൾ അന്വേഷിക്കാനായി വീട്ടിൽ ആരോടും പറയാതെ പെൻസിൽവാനിയയിലേക്ക് പുറപ്പെടുന്നു. ഇങ്ങനെ ജൂഡി പോയി കഴിഞ്ഞാണ് ജൂഡി വീട്ടിലില്ല, അവൾ ഇങ്ങനെ പോയിരിക്കുന്ന എന്ന കാര്യം എഡും ലോറേനും ടോണിയും മനസ്സിലാക്കുന്നത്. അവരും വേഗം അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. അങ്ങനെ സ്മോൾ ഫാമിലിയുടെ മുന്നിൽ അവർ എത്തി നിൽക്കുമ്പോഴേക്കും അവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ എല്ലാവരും അറിഞ്ഞിരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ വലിയൊരു ആൾക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. ഇവർ വന്നത് കണ്ട് ആ ഫാമിലിയെ രക്ഷപ്പെടുത്താനായിട്ടാണ് എഡും ലോറേനും വന്നതെന്ന് എല്ലാവരും കരുതുന്നുണ്ടെങ്കിലും ആക്ച്വലി ഈ ഒരു ഫാമിലിയുടെ പ്രശ്നങ്ങളിലൊന്നും തൽക്കാലം ഇടപെടാനൊന്നും ഇപ്പൊ ഈ ഒരു കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന എഡിനും ലോറേനും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് ജൂഡിയെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു
കൊണ്ടുപോകണം എന്നതായിരുന്നു ആവശ്യം. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവിടെ വരേണ്ട ആവശ്യം എന്തായിരുന്നു എന്നല്ല അവർ ദേഷ്യപ്പെടുമ്പോഴേക്കും ഫാദർ മരിച്ചത് ഇവിടെ വന്ന ശേഷമാണ്. ഇവിടെ ഫാദറിനെ വേട്ടയാടിയ ആ ഒരു ഈവിൾ സ്പിരിറ്റിനും എനിക്ക് പണ്ട് മുതലേ വരുന്ന എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന ആ ഒരു ഈവിൾ സ്പിരിറ്റിനും ഒക്കെ എന്തൊക്കെയോ കണക്ഷൻ ഉള്ള കണക്ക് എനിക്ക് ഫീൽ ആവുന്നു. ആ ഒരു കാര്യങ്ങൾ സോൾവ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് ജോഡി മറുപടിയും പറയുന്നു. എന്തായാലും ഞാൻ ഇവിടെ എത്തി, എന്നെ തേടി നിങ്ങളും എത്തി. ഇനിയെങ്കിലും ഈ ഒരു ഫാമിലിയെ ഇത്രയ്ക്ക് ആയ സ്ഥിതിക്ക് അച്ഛനും അമ്മയും സഹായിക്കണം. ഈ ഒരു കുടുംബത്തിലുള്ളവർ മുഴുവൻ ആ ഒരു ഈവിൾ സ്പിരിറ്റ് കാരണം ഭയങ്കരമായി കഷ്ടപ്പെടുകയാണ്. വയസ്സായവർ മുതൽ കൊച്ചുകുട്ടികൾ വരെ ഇവിടെയുണ്ട്. അവരെ രക്ഷപ്പെടുത്തണമെന്ന് ജോഡി അച്ഛനോടും അമ്മയോടും ആവശ്യപ്പെടുന്നു. അങ്ങനെ ജോഡിയുടെ വാക്കുകൾ കേൾക്കുന്ന അവർക്ക് ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് തോന്നുന്നുണ്ട്. കാരണം മുന്നേ കേട്ടെങ്കിലും ഇവർ ഇത്രത്തോളം കഷ്ടപ്പെടുന്നു എന്ന് ഇവിടെ വന്ന് കണ്ട ശേഷമാണ് അവർക്കും ബോധ്യമായത്. അങ്ങനെ ആ ലോറൈൻ ആ ഒരു സ്പിരിറ്റിനെ പറ്റി മനസ്സിലാക്കാനായി ആ വീട് മുഴുവൻ പരിശോധിക്കുന്നു. അതിനുശേഷം മനസ്സിലായ കാര്യങ്ങൾ എഡുമായി ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നമ്മളും അത് കേൾക്കുന്നത്. വർഷങ്ങൾക്ക് മുന്നേ ഈ വീട്ടിൽ ഒരു ബിസിനസ്സുകാരനും ഫാമിലിയുമായിരുന്നു താമസിച്ചിരുന്നത്. ആ ബിസിനസ്സുകാരന്റെ മാരീഡ് ലൈഫ് അത്ര രസകരമായിട്ടായിരുന്നില്ല പൊക്കോണ്ടിരുന്നത്. വൈഫിന് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയ അയാൾ കോടാലി എടുത്ത് വൈഫിനെ വെട്ടിക്കൊന്നു. ഈ കാഴ്ച കണ്ടുവന്ന വൈഫിന്റെ അമ്മയും അയാൾ കൊലപ്പെടുത്തി. ഈ 2 കൊലപാതകങ്ങളും ചെയ്ത ശേഷം അയാൾ സ്വയം മരിക്കുകയും ചെയ്തു. ഇങ്ങനെ മരിച്ച 3 പേരുടെ ആത്മാക്കളാണ് ഈ വീട്ടിലിപ്പോ ഉള്ളത്. പക്ഷെ അതത്ര എളുപ്പമല്ല ഇവരെ മാറ്റുക എന്നത്. ലോറൈൻ പറയുമ്പോൾ അതിനെന്താ കുഴപ്പം, ഇതുപോലെ പല കേസുകൾ നമ്മൾ നോക്കിയിട്ടില്ലേ, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ലേ എന്ന് എഡ് പറയുമ്പോൾ അല്ല, ഈ 3 ആത്മാക്കളെയും കൺട്രോൾ ചെയ്യുന്ന മറ്റെന്തോ ഒരു വലിയ കാര്യം കൂടി ഇവിടെ ഉണ്ടെന്ന് ലോറൈൻ കൂട്ടിച്ചേർക്കുന്നു. ആ വലിയ സ്പിരിറ്റ് അത് ആക്ച്വലി നമ്മളെ കാത്തിരിക്കുകയാണ്. അത് നമ്മളെ ഇവിടെ വരുത്തിയതാണ്. അതിന് വേണ്ടത് ഈ കുടുംബമല്ല നമ്മളെയാണെന്നെല്ലാം ലോറൈൻ പറയുന്നു. അങ്ങനെ ഫാമിലിയുമായി സംസാരിക്കുന്ന സമയത്ത് ഇവിടെ ബർത്ത്ഡേക്ക് പ്രസന്റ് ആയി കിട്ടിയ ആ ഒരു കണ്ണാടിയിൽ നിന്നാണ് കാര്യങ്ങളുടെ ഒക്കെ തുടക്കമെന്ന് ആ ഒരു ഫാമിലി പറയുന്നുണ്ട്. ആ കണ്ണാടി ഞങ്ങൾ പുറത്തെടുത്ത് കളഞ്ഞു, അതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് കരുതിയെന്നൊക്കെ അവർ പറയുമ്പോൾ ഒരിക്കലും അതങ്ങനെ എളുപ്പമെന്ന് നിങ്ങളെ വിട്ടു പോവില്ല എന്ന് ലോറൈൻ കൂട്ടിച്ചേർക്കുന്നു. ഇവരിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ജൂഡി എന്തോ ശബ്ദം കേട്ട് മുകൾ നിലയിലേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ ഒരു പാവ ഭീകര രൂപത്തിൽ മാറി ജൂഡിയെ അറ്റാക്ക് ചെയ്യുന്നു. ജൂഡി മറിഞ്ഞു താഴേക്ക് വീഴുകയും അലമുറയിടുകയും ചെയ്യുന്നു. ഈ ശബ്ദം കേട്ട് ലോറൈൻ അവിടേക്ക് എത്തുമ്പോൾ ജൂഡി കണ്ട കാര്യങ്ങൾ ലോറൈനോട് പറയുന്നു. തുടർന്ന് ലോറൈൻ പരിശോധിക്കുമ്പോൾ ഈ ഫാമിലി കൊണ്ട് കളഞ്ഞു എന്ന് പറയുന്ന ആ ഒരു കണ്ണാടി അവിടെ ഉള്ളതായി ലോറൈൻ കണ്ടെത്തുന്നു. ആ ഒരു കണ്ണാടി കാണുമ്പോൾ ലോറൈൻ മറ്റൊരു കാര്യം കൂടി തിരിച്ചറിയുന്നുണ്ട്. ലോറൈൻ പ്രഗ്നന്റ് ആയിരുന്ന ടീം എൻകൗണ്ടർ ചെയ്ത ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, ഒരു കണ്ണാടിക്കകത്തുള്ള സ്പിരിറ്റ്, അതേ കണ്ണാടി തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അത് കാരണമാണ് ജൂഡി മരിച്ച ഒരു കുഞ്ഞായി പിറന്നതെന്നും അതിപ്പോ ജൂഡി അന്വേഷിച്ചാണ് വന്നിരിക്കുന്നതെന്നും ലോറൈൻ മനസ്സിലാക്കുന്നു. ആ കണ്ണാടി നശിപ്പിച്ചില്ലെങ്കിൽ തന്റെ മകൾക്ക് തന്നെ അത് വലിയ ആപത്താണെന്ന് മനസ്സിലാക്കുന്ന ലോറൈൻ ആ കണ്ണാടി ഡിസ്പോസ് ചെയ്യാനായി അവിടെ നിന്ന് താഴേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഇടയിൽ താഴെ വീണ കണ്ണാടി ഉടയുകയും അതിലുണ്ടായിരുന്ന ഒരു സ്പിരിറ്റ് ജൂഡിയുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം എഡിനെയും ലോറൈനെയും അവിടെ ഉണ്ടായിരുന്ന ഫാമിലി മെമ്പേഴ്സിനെയും ഒക്കെ അറ്റാക്ക് ചെയ്യാനായി തുടങ്ങുന്നുണ്ട്. ആ ഫാമിലി മെമ്പേഴ്സിനെ ഒരുവിധം അവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കുമ്പോഴേക്കും ജൂഡിയുടെ തന്നെ കഥ കഴിക്കാനായി ആ ഒരു സ്പിരിറ്റ് ശ്രമിക്കുന്നു. അത് ജൂഡി ആത്മഹത്യ ചെയ്ത കണക്ക് അവളെ കൊല്ലാനായി നോക്കുകയാണ്. എഡും ലോറൈനും ഒരു വിധമാണ് ജൂഡിയെ ആ സമയം രക്ഷപ്പെടുത്തി ഒന്നെടുക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും ജൂഡി ജനന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നോ, അനക്കമില്ലാത്തൊരു കുഞ്ഞായിട്ടല്ലായിരുന്നോ, അതേ കണക്ക് ഇപ്പോഴും അവൾ ആകെ അനക്കമില്ലാതെ മരിച്ച കണക്ക് കിടക്കുകയാണ്. ജൂഡിയുടെ ജനന സമയത്ത് പ്രാർത്ഥിച്ച് അവൾക്ക് ജീവൻ നേടിയെടുത്ത ലോറൈൻ ഇപ്പോഴും അതേ കണക്ക് തന്നെ ജൂഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന ഫലിച്ച് ജൂഡി തിരിച്ച് ജീവിതത്തിലേക്ക് വരികയും ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ ജൂഡിയുടെ ശരീരത്തിൽ കയറിയിരുന്ന ഒരു ഈവിൾ സ്പിരിറ്റിന്റെ പ്രസൻസ് ഇല്ല എന്ന് മനസ്സിലാക്കുന്ന ലോറൈൻ ആ കണ്ണാടിയിലേക്ക് തിരിച്ച ഒരു സ്പിരിറ്റ് കടന്നിട്ടുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ആ കണ്ണാടി നശിപ്പിച്ചില്ലെങ്കിൽ ഇനിയും അത് ജൂഡിക്ക് ആപത്താണെന്ന് മനസ്സിലാക്കി ആ കണ്ണാടിയിൽ വെച്ച് തന്നെ ആ സ്പിരിറ്റിനെ ഇല്ലായ്മ ചെയ്യണം. അത് പുറത്തേക്ക് എത്തിയാൽ അപകടമാണെന്ന് മനസ്സിലാക്കി ഒരുവിധം ഭയങ്കരമായി പാടുപെട്ട് തന്നെ ആ കണ്ണാടിയിൽ വെച്ച് തന്നെ ആ ഒരു സ്പിരിറ്റിന്റെ കഥ കഴിക്കുന്നു. അങ്ങനെ ജൂഡിയെ രക്ഷപ്പെടുത്താനായി അവർ ചെയ്യുന്ന ഈ ഒരു കാര്യം ജൂഡിയെ ആ ഒരു ആത്മാവിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്ന് മാത്രമല്ല ആ ഒരു ഫാമിലിയെ തന്നെ അവർ നേരിട്ടിരുന്ന ആ ഒരു വലിയ പ്രശ്നത്തിൽ നിന്നും കൂടി രക്ഷപ്പെടുത്തുന്നു. അങ്ങനെ ആ ഒരു ഫാമിലി അവരുടെ നോർമൽ ലൈഫിലേക്ക് മടങ്ങി പോകുന്ന കണക്ക് തന്നെ എഡും ലോറൈനും അവരുടെയും നോർമൽ ലൈഫിലേക്ക് മടങ്ങി വരുന്നു. ജൂഡിയുടെ ജനന സമയം മുതൽ തന്നെ, അല്ലെങ്കിൽ അവൾ ജനിക്കുന്നതിന് മുന്നേ വയറ്റിലിരുന്നപ്പോൾ തൊട്ടേ അവളെ വേട്ടയാടാൻ തുടങ്ങി ആ ഒരു ഈവിൾ സ്പിരിറ്റിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്തിയ ഭയങ്കരമായ സന്തോഷം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചെത്തുന്ന അവർ ജൂഡി ആഗ്രഹിച്ച കണക്ക് തന്നെ ടോണിയുമായി അവളുടെ വിവാഹം സന്തോഷകരമായി നടത്തി വെക്കുകയും അങ്ങനെ അവരൊക്കെ ഹാപ്പിയായി ജീവിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നത്. കോൺജറിങ്ങിന്റെ മറ്റു പാർട്സ് വെച്ച് നോക്കുമ്പോൾ 4ാം ഭാഗം അത്രയ്ക്കങ്ങ് ശരിയായില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കൂട്ടുകാർക്ക് എന്താണ് തോന്നുന്നതെന്ന് പറയാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടാം. ബൈ.